Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പുതുവത്സര രാവിൽ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ നടന്ന അക്രമ സംഭവത്തിൽ 4 പേരെ ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കാര സ്വദേശികളാണ് അറസ്റ്റിലായവർ. സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും പ്രകടനവും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർക്ക് 25,000 രൂപ പിഴ ചുമത്തി. മാവിച്ചേരി റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് 20ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുകയും ഇവർ ഇവിടെ മലിനജലം ഒഴുക്കിവിട്ടതിനും പരിസര മലിനീകരണം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഭിന്നശേഷി കുരുന്നുകളുടെ ജീവിതവേദനകൾ തുറന്നു പറഞ്ഞ മീറ്റ് ദി പ്രസിഡന്റ് പരിപാടി ശ്രദ്ധേയമായി. മാടായി BRC മാടായി സ്കൂളിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് R ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുതുവത്സര രാവിൽ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ നടന്ന അക്രമ സംഭവത്തിൽ 4 പേരെ ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കാര സ്വദേശികളാണ് അറസ്റ്റിലായവർ. തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ പുതുവത്സര പിറവിക്ക് തൊട്ടുമുൻപ് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസിലാണ് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ കാര സ്വദേശികളായ അദ്വൈത്, ശ്രീജിത്ത്, ഷാജിത്ത്, നിഖിൽ എന്നിവരെയാണ് ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗേറ്റും ഇരുചക്ര വാഹനങ്ങളും 2 ടോയ്ലറ്റുകളും സംഘടിച്ചെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. റെസ്റ്റോറന്റിലുണ്ടായ അക്രമ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 19 പേർക്കെതിരെയാണ് ചന്ദര പോലീസ് കേസെടുത്തത്. അക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും പ്രകടനവും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുൻപിൽ ധർണയും പ്രകടനവും നടത്തി.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവർക്ക് ചെലവില്ലാതെ സർക്കാർ നടത്താനാണ് അന്ന് തീരുമാനിച്ചത്. പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഇത് സർക്കാരിന് ഒരു പങ്കാളിത്തവുമില്ല. ഈ ഇൻഷുറൻസിന്റെ മുഴുവൻ തുകയും ഈടാക്കുന്നത് ജീവനക്കാരിൽ നിന്നും അവർ പെൻഷൻകാരിൽ നിന്നുമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് UK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം T കുഞ്ഞികൃഷ്ണൻ, സംസ്ഥാന കൗൺസിലർമാരായ CV രാജഗോപാലൻ, മോഹനൻ പുറച്ചേരി, വനിതാ ഫോറം ബ്ലോക്ക് സെക്രട്ടറി KK വസുമതി, ബ്ലോക്ക് സെക്രട്ടറി ദാമോദരൻ നമ്പൂതിരി, ട്രഷറർ NV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർക്ക് 25,000 രൂപ പിഴ ചുമത്തി. മാവിച്ചേരി റോഡിൽ പുതിയ സ്റ്റാൻഡിന് സമീപത്തുള്ള നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് 20ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുകയും ഇവർ ഇവിടെ മലിനജലം ഒഴുക്കിവിട്ടതിനും പരിസര മലിനീകരണം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഇത് പയ്യന്നൂർ നഗരസഭയുടെ അധീനതയിലുള്ള പാർക്കിംഗ് കേന്ദ്രമാണ്. ഇവിടെ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ കുറെ തൊഴിലാളികളെ താമസിപ്പിച്ചു വരികയാണ്. ഇന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയുണ്ടായി. ആ കോൺട്രാക്ടർക്ക് 25,000 രൂപ പിഴ വിധിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാവിച്ചേരി റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് 20ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചു വരുന്ന വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർക്ക് 25,000 രൂപ പിഴ ചുമത്തി. തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് പിറകുവശത്ത് കുളിക്കുന്നതിനും അലക്കുന്നതിനും പാത്രം കഴുകുന്നതിനുമായി പൈപ്പുകളും ടാങ്കും പൊതുസ്ഥലത്ത് സ്ഥാപിച്ച് മലിനജലം പ്രസ്തുത ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. ഭക്ഷണാവശിഷ്ടങ്ങളും ഡ്രെയിനേജിൽ തള്ളിവരുന്നതായി കണ്ടെത്തി. കറുത്ത നിറത്തിലുള്ള മലിനജലമാണ് ഡ്രെയിനേജിൽ കെട്ടിക്കിടക്കുന്നത്. കൊതുകും കൂത്താടിയും പെറ്റുപെരുകിയ നിലയിലാണ് കാണപ്പെട്ടത്. മേൽക്കൂര പോലുമില്ലാത്ത ശുചിമുറി സൗകര്യമാണ് നിലവിലുള്ളത്. കോൺട്രാക്ടറെ സംഭവസ്ഥലത്ത് വിളിച്ചു വരുത്തുകയും അനധികൃതമായി സ്ഥാപിച്ച പൈപ്പുകളും ടാങ്കും ഷീറ്റുകളും മറ്റും പൊളിച്ചുമാറ്റി സ്ഥലം വൃത്തിയാക്കി മാലിന്യ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പാർക്കിംഗ് ഏരിയയിലുള്ള അനാസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മലിനജലം ഒഴുക്കിവിട്ടതിനും പരിസര മലിനീകരണം നടത്തിയതിനും 25,000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, പയ്യന്നൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത KV, വിധു TV എന്നിവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പൊതു ഇടമാണ് ഇവിടെ ഒന്നിനും കൊള്ളാതെ നശിച്ചു പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഭിന്നശേഷി കുരുന്നുകളുടെ ജീവിത വേദനകൾ തുറന്നു പറഞ്ഞ മീറ്റ് ദി പ്രസിഡന്റ് പരിപാടി ശ്രദ്ധേയമായി. മാടായി BRC മാടായി സ്കൂളിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് R ബബിത കുമാരി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് സമാനമായി തന്നെ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മാം കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ വീടിന്റെ പിറകിലായി തന്നെ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്. കിടപ്പിലാണ് കുട്ടി. അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയില്ല. അക്കാര്യത്തിൽ അതായത് 1ാം വാർഡാണെന്ന് തോന്നുന്നു. അപ്പൊ 1ാം വാർഡിൽ എന്തായാലും കൃത്യമായി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവിടെ പോയി പരിശോധിക്കുകയും ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ നടപടി വേണമെന്നാണ് പറയാനുള്ളത്. ഇനി രക്ഷിതാക്കൾ കേട്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു മാടായിയിൽ. വേദിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ ഭിന്നശേഷി കുരുന്നുകളുടെ രക്ഷിതാക്കൾക്ക് ശബ്ദമിടറാതെ വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല. ഓരോ വാക്കിനകത്തും വർഷങ്ങളായി ഉള്ളിൽ അടിഞ്ഞുകൂടിയ വേദനയും നിസ്സഹായതയുമായിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തുറന്നു സംസാരിക്കാനുള്ള അപൂർവ വേദിയാണ് മാടായി BRC ഒരുക്കിയത്. എന്താ ചെയ്യേണ്ട, ആരോട് ചോദിക്കേണ്ടത് നമുക്ക് അറിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അത് ചെയ്തെന്നാൽ ഞാനും എൻ്റെ മക്കളും മഴയത്ത് ചോർച്ചയില്ലാത്തൊരു വീട്ടിൽ നിൽക്കും. അതിന് കുറേ കാലം 10-15 വർഷമായി അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അറിയുന്നവരെ തെച്ച് നമ്മൾ ഒഴിവാക്കി പോവുകയും ചെയ്തു. 8 പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി നേരിട്ട് സംവദിക്കാൻ ലഭിച്ച ഈ അവസരം പലർക്കും ജീവിതത്തിൽ ആദ്യമായിരുന്നു. നടന്നു പോകാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ട കുഞ്ഞിനെ കൈപിടിച്ച് ഒരു വഴി പോലും ഇല്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീട്ടിലേക്ക് ദിവസവും കഷ്ടപ്പെട്ടെത്തുന്ന ഒരമ്മ. വേദിയിൽ നിന്നപ്പോൾ കണ്ണുനീർ മറയ്ക്കാനായില്ല.
ദേശീയവും അന്തർദേശീയവുമായ കായിക കലാമത്സരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടും കൂടുതൽ പ്രോത്സാഹനം കിട്ടാതെ നിൽക്കുന്ന മകന്റെ കഴിവുകൾക്ക് അംഗീകാരം കിട്ടുന്നതിനായി നിറകണ്ണുകളോടെ അപേക്ഷിച്ച ഒരച്ഛൻ. ചിരിച്ചും കരഞ്ഞും അവരുടെ ജീവിതാനുഭവങ്ങളും പരാതികളും വേദിയിൽ തുറന്നു പറയുകയായിരുന്നു അവർ. ഓരോ കഥയും കേൾക്കുമ്പോഴും വേദിയിൽ മാത്രമല്ല കേട്ടുനിന്നവരുടെ മനസ്സിലും നിശബ്ദമായൊരു വിങ്ങൽ നിറഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും അധ്യാപകരുടെയും മികച്ച പങ്കാളിത്തം പരിപാടിയുടെ മറ്റൊരു പ്രത്യേകതയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തക ഷാരിമ രാജൻ മോഡറേറ്ററായി. ഡയറ്റ് ഫാക്കൽറ്റി ഉണ്ണികൃഷ്ണൻ, കെ രഞ്ജിത്ത്, എൻ വി രാമകൃഷ്ണൻ, കെ വി രാധാകൃഷ്ണൻ, കെ എൻ ഗീത, ബി നസീർ, വി ടി അംബു, സനൂപ് മോഹൻ, ബി സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അണീക്കര പൂമാല ഭഗവതിയുടെ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന പ്രത്യേക പന്തൽ കാണാം. ഉത്തര കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടുമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിടൽ ചടങ്ങിന്റെ ഐതിഹ്യം. ഉത്തര കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അഗ്രഗണനീയമായ സ്ഥാനമാണ് കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ പന്തലിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിയാം. ചേട്ടാ, ഈ പന്തലിന് പിന്നിലെ ഐതിഹ്യം എന്താ? കുഞ്ഞിമംഗലം അണീക്കര ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഈ പന്തൽ നിർമ്മിക്കുന്നത്. ഈ പന്തലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ഓലയും പാലയും കൊത്തലും ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു തറവാട്ടിൽ, ചേനമ്പത്ത് തറവാട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതിനോട് കൂടിയാണ് ഇതിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ആ ഓലയും പാലയും കൊത്തി അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ് ഈ ഉത്സവത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നെല്ലാം പറഞ്ഞ് അതിനെ കൊട്ടി ജ്യോത്സ്യർ മുഖാന്തരമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇന്നത്തെ ദിവസമാണ് പിന്നെ പന്തലിടുന്നത്. ഈ പന്തൽ ഒരുക്കാൻ വേണ്ടിയുള്ള മകീര നക്ഷത്രത്തിൽ പന്തൽ ഒരുക്കുന്നു. പക്ഷെ പന്തൽ ഒരുക്കാനുള്ള സാധനം ഈ ഓല ഒരു മാസം മുന്നേ ഈ തെക്കുംപാട് പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും പോയി നാല് മടൽ ഓല കൊത്തി അതാത് വീടുകളിൽ വെച്ച് മടഞ്ഞ് അത് ഇന്നലെ അതായത് ഇന്ന് പന്തലിടുന്നതിൻ്റെ തലേ ദിവസം എല്ലാം കെട്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് അതായത് ഈ തെക്കുംപാട് പ്രദേശത്തുള്ള മുഴുവൻ സ്ത്രീകളും കൂടെ കൈകളും കൂടെ അതിൽ മടഞ്ഞ് ഇതാക്കിയിട്ടാണ് ഈ പന്തലിൻ്റെ ഓല ഒരുക്കുന്നത്. പന്തലിൻ്റെ പ്രത്യേകത അതിൻ്റെ 21 വാരി വെച്ച് അതിൻ്റെ ഒരു മാസം പന്തലും ഇന്നലെ തയ്യാറാക്കി അതുമാതിരി അത്രയും ആളുകൾ രാവിലെ പന്തലിൻ്റെ മേലെ കയറിയാൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ അതിൻ്റെ ഇറങ്ങും. രാവിലെ ഒരു 9:30 മണിക്ക് കയറിയതാണ്. ഒരു വൈകുന്നേരം ഒരു 5 മണിയാവും അത് പന്തലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഇറങ്ങും. ഇപ്പോൾ അണീക്കര പൂമാല ഭഗവതിയുടെ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത്. അത് പ്രത്യേകത ഇപ്പോൾ 4-ാം പാട്ടാണ് ഇവിടുത്തെ പ്രധാന ഉത്സവത്തിൽ ഒന്ന് വരുന്നത്. 4-ാം പാട്ടിൻ്റെ എടുത്ത ചമയങ്ങൾ എന്ന് പറഞ്ഞാൽ 6 അടക്കാത്തൂണ് 7000 പഴുത്ത അടക്ക കൊണ്ടുവന്ന് എല്ലാ ജനങ്ങളും കൂടിയല്ലേ കയറിൽ കോത്ത് അത് ചുറ്റി കെട്ടി ആ അടക്ക മാത്രമേ കാണൂ. 6 തൂണിലും അടക്ക മാത്രമേ കാണൂ. ബാക്കി വിധാനങ്ങൾ പൂവാണ് അതിൻ്റെ പ്രധാന തോരണങ്ങൾ. പൂത്താലി മുതൽ ചുവന്ന പൂത്താലി വരെ പല സ്ഥലങ്ങളിൽ പോയി പറിച്ചു കൊണ്ടുവന്ന് അതുമാതിരി ജനങ്ങൾ ഇവിടുത്തെ പൂ നാട്ടിലെ എല്ലാ പൂവുകളും എല്ലാവരും ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ചമയിക്കും. മൊത്തത്തിലെ ഒരു അലങ്കാരം 4-ാം പാട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. എപ്പോഴാണ് ഈ പന്തൽ അഴിക്കുന്നത്? പന്തൽ അഴിക്കുക പറഞ്ഞാൽ വിഷുവടക്ക് കഴിഞ്ഞിട്ട്, അതായത് മല്ലിയോട്ട് ഉത്സവം കഴിഞ്ഞിരാകുമ്പോൾ അതിനുശേഷമാണ് പന്തൽ അഴിക്കുന്നത്. അത് പിന്നെ ഇവിടെ പിന്നെ ഇതായിട്ട് പൂരോത്സവത്തിന് മല്ലിയോട്ട് നിന്ന് ഇവിടെ വരുന്നൊരു ചടങ്ങുണ്ട്. അതായത് മർത്തുകളിക്ക് മല്ലിയോട്ടുകാർ ഇവിടെ വന്നാൽ ഈ മകീര നക്ഷത്രത്തിൽ മല്ലിയോട്ടുകാർ ഇവിടെ വന്നാൽ ഇവിടുത്തെ കഴകം കയറെന്ന് പറഞ്ഞ ഒരു ചടങ്ങ് എടുത്ത പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങിനോട് അനുബന്ധിച്ച് ഈ പന്തലിൽ നിന്ന് അവർ വലിക്കണം. നടയിൽ വന്ന് അരിയറിഞ്ഞ് തോതവാട് പന്തൽ നടത്തും. ആ പന്തൽ വലിച്ചതിന് ശേഷം അവർ ഇരിക്കൂലും. ഓല ഇട്ടിട്ട് ആ ഓലയെ കൊണ്ട് അവർ ഇരിക്കൽ. അങ്ങനെയാണ് ഇത്. എന്തായാലും ഈ ഒരു പാട്ട് മഹോത്സവം അതിഗംഭീരമായി നടത്താൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ഒളവറയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി.
രാവിലെ 9 മണിക്ക് ഒളവറ പാലത്തിൽ യാത്രാ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരിയുടെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് ജില്ലയിലേക്ക് സ്വീകരിച്ചു. പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ നേതാക്കൾക്ക് ഉപഹാരം നൽകി ആനയിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ സെന്റിനറി ഗാർഡ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS, SSF, SJM, SMA ഘടകങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രശസ്ത നാടക നടൻ ബാലൻ പാടിയിൽ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചെറുകുന്ന പാടിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. നാടക നടനും സാമൂഹ്യ പ്രവർത്തകനും മുൻ ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ബാലൻ പാടിയിൽ അന്തരിച്ചു. CPIM ചെറുകുന്ന ലോക്കൽ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി, PKS ഏരിയ പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി അമേച്ചർ നാടകങ്ങളിലും കണ്ണൂർ സംഘചേതനയിലുൾപ്പെടെ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ, സീരിയൽ രംഗത്തും മികച്ച അഭിനയം ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ പാടിയിൽ നാട്ടരങ്ങ് കലാസമിതിയിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ M. വിജിൻ MLA, നടൻ സന്തോഷ് കീഴാറ്റൂർ, നാടകകൃത്ത് ലക്ഷ്മണൻ ചെറുകുന്ന്, ജിതേഷ് കണ്ണപുരം, പ്രതാപ് പാടിയിൽ, പ്രകാശ് പാടിക്കൽ, പ്രസന്നൻ മാടായി തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ബാലൻ പാടിയിലിനെ അവസാനമായി കാണാൻ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പാടിയിൽ ഗ്രാമത്തിൽ എത്തിയത്. 4 മണിയോടെ പാടിയിൽ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ബാലേട്ടൻ്റെ വിയോഗം ഏറെ വേദനയാണ് ഈ നാടിനും നമുക്കെല്ലാം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന രീതിയിൽ, ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ വർഗീകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ബാലേട്ടൻ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എടുത്തു പറയേണ്ടതാണ്. PKSൻ്റെ ഏരിയ പ്രസിഡൻ്റായി അദ്ദേഹം നടത്തിയ പ്രവർത്തനമുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേജ് വർക്കേഴ്സിൻ്റെ യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കൂടി അദ്ദേഹം പ്രവർത്തിക്കുക. കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഈ പ്രദേശത്തിൻ്റെ, ചെറുകുന്ന് പ്രദേശത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന സാന്നിധ്യം കൂടിയാണ് ശ്രീ ബാലൻ പാടി. ചെറുകുന്നിൻ്റെ നാടക കൂട്ടായ്മകളിൽ വളരെയേറെ ഇൻഫ്ലുവൻസീവായിട്ടുള്ള ഒരു സാന്നിധ്യം പണ്ട് മുതൽക്ക് തന്നെ ഏതാണ്ട് 85-ന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ബാലൻ്റേതായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കടൽ തീരത്ത് OV വിജയൻ്റെ കഥയുടെ നാടക രൂപാന്തരം, അതിൽ വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ബാലൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ കടൽ തീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ, നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാലേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ്. കാരണം ബാലേട്ടൻ ഈ പാടിയിൽ എന്ന് പറയുന്ന പ്രദേശം അടയാളപ്പെടുത്തുന്നത് ബാലേട്ടൻ്റെ പേരിലൂടെയാണ്. കാരണം പാടിയിൽ എന്ന് പറഞ്ഞാൽ എവിടെയും അറിയപ്പെടുന്നത് ബാലൻ പാടിയിൽ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ്. ബാലേട്ടൻ സത്യത്തിൽ നല്ലൊരു മനുഷ്യനാണ്, അതേപോലെ നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു ഏട്ടനാണ്. ആരോടും എന്ത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും എത്തുന്നൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ ബാലേട്ടൻ്റെ കൂടെ 3-4 നാടകങ്ങളിൽ ബാലേട്ടൻ പ്രധാന വേഷം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ, സ്കൂൾ തലം മുതൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാണ്. സ്കൂൾ നാടകങ്ങളിൽ പരസ്പരം മത്സരിച്ച് ഏറ്റുമുട്ടി നാടകവേദിയിൽ സജീവമായിട്ടുള്ള സുഹൃത്തുക്കളായി മാറിയവരാണ് ഞാനും ബാലമ്പാടിയിൽ നിരവധിയായിട്ടുള്ള വേഷങ്ങൾക്ക് വേദിയിൽ നിറഞ്ഞാടിയിട്ടുണ്ട്. അതിലേറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വേഷം എന്ന് പറയുന്നത് സൂര്യാപേട്ട് എന്ന നാടകത്തിലെ ഗുരുവയ്യ എന്ന കഥാപാത്രവും, അതുപോലെ തന്നെ പഴശ്ശിരാജയിലെ തലക്കുളത്ത് ചന്തുവായിട്ടും അഭിനയിച്ചിട്ടുള്ള 2 വേഷങ്ങൾ. അതിൽ ഗുരുവയ്യ എന്ന് പറയുന്ന കഥാപാത്രം EMS എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം ചിന്താവാരികയിൽ
വാലമ്പാടിയിലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ജനുവരി 1 മുതൽ 5 വരെ നടക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കൊടിയേറ്റി. 5 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജനുവരി 2 വൈകുന്നേരം 5 വിശുദ്ധ കുർബാനയും ജപമാലയും നൊവേനയും നടക്കും. ഏഴിമല ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എടത്തിൽ മുഖ്യ കാർമ്മികനാവും. ജനുവരി 3 വൈകുന്നേരം നടക്കുന്ന ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടക്കും. രാത്രി 8 നിസരി ക്രിയേഷന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. ജനുവരി 4 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 നടക്കുന്ന സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ II സെമിനാറി റെക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. ജനുവരി 5 മരിച്ചവരുടെ ഓർമ്മദിന ആചരണ ഭാഗമായി രാവിലെ 6:45 വിശുദ്ധ കുർബാനയും തുടർന്ന് കൊടിയിറക്കവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വാമി ആനന്ദതീർത്ഥരുടെ ജന്മദിനാഘോഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ വെച്ച് സ്വാമി ആനന്ദതീർത്ഥ പുരസ്കാര സമർപ്പണവും നടന്നു. ജസ്റ്റിസ് PS ഗോപിനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥരുടെ ആദർശങ്ങൾ അന്വർത്ഥമാക്കുന്ന ഒരു മഹൽ വ്യക്തിക്ക് 2026 മുതൽ ശ്രീനാരായണ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടെ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് സ്വാമി ആനന്ദതീർത്ഥ പുരസ്കാരം നൽകുന്നു. പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K ചന്ദ്രുവാണ്. സമാധി മണ്ഡപത്തിൽ പ്രാർത്ഥനയോടെയും പുഷ്പാർച്ചനയോടെയുമാണ് പരിപാടികൾക്ക് തുടക്കമായത്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അധ്യക്ഷനുമായ ജസ്റ്റിസ് PS ഗോപിനാഥൻ പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. നാരായണീയത്തിൽ ഒരു വരിയുണ്ട്, ഹന്തഭാഗ്യം ജനാനാം എന്നത്. എന്തോ ഒരു ജന്മഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇതിൻ്റെ ഭാരവാഹികളെ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. 1888 ശ്രീനാരായണ ഗുരുദേവൻ ആദ്യ ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തി. അവിടെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാണിത്. പുരസ്കാര നിർണയ സമിതി ചെയർമാനും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റുമായ M കുഞ്ഞികൃഷ്ണൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ജസ്റ്റിസ് K ചന്ദ്രു പുരസ്കാരം ഏറ്റുവാങ്ങി മറുമൊഴി ഭാഷണം നടത്തി. പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ മാനവികതയും മലബാറും എന്ന വിഷയത്തിൽ പ്രത്യേക പ്രഭാഷണം നടത്തി. TV വസുമിത്രൻ എഞ്ചിനീയർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP ദാമോദരൻ, T കണ്ണൻ, K കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചരിത്രപ്രസിദ്ധമായ മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് നാളെ തുടക്കമാകും. ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റത്തിന് നേതൃത്വം വഹിക്കും. ജനുവരി 8 വിഭവസമൃദ്ധമായ ആറാട്ട സദ്യയുമുണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റത്തിന് നേതൃത്വം വഹിക്കും. തിടമ്പ് നൃത്തം, ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, അഷ്ടപതി, കാഴ്ചശീവേലി, അന്നദാനം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 8 വിഭവസമൃദ്ധമായ ആറാട്ട സദ്യയാണ് ഭക്തജനങ്ങൾക്ക് നൽകുക. ജനുവരി 8 നടക്കുന്ന ആറാട്ടോടെ മഹോത്സവത്തിന് സമാപനമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധീർ വെങ്ങര, A കുഞ്ഞികൃഷ്ണൻ, TV കുഞ്ഞിരാമൻ, KV നന്ദനൻ,
എൻ മാധവൻ നായർ, സതീഷ് വെങ്ങര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സും CRM ബാഡ്മിന്റൺ അക്കാദമിയും ചേർന്ന് രണ്ടാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല മൾട്ടി ഏജ് ഗ്രൂപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം CRM ഷട്ടിൽ കോർട്ടിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സും CRM ബാഡ്മിന്റൺ അക്കാദമിയും ചേർന്ന് രണ്ടാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല മൾട്ടി ഏജ് ഗ്രൂപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം CRM ഷട്ടിൽ കോർട്ടിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നല്ല ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഷട്ടിൽ ബാഡ്മിന്റൺ എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗായകരുടെ നേരത്തോടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം, അഡ്മിഷന് വേണ്ടി ഇപ്പോൾ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും പെൺകുട്ടികളാണ് അഡ്മിഷന് വേണ്ടി അക്കാദമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലൊക്കെ വന്ന മാറ്റം അത് നല്ല നിലയിൽ രക്ഷിതാക്കളെ സ്വാധീനിക്കുന്നതിന് തെളിവാണ് ഇത്തരം സ്പോർട്സ് അക്കാദമികളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാന്ന് പറയുന്നത്. പ്രകാശൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ KV നിമ്യ, ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K ശിവകുമാർ, CRM ബാഡ്മിന്റൺ അക്കാദമി ഡയറക്ടർ രാജേന്ദ്രൻ, M നൌഷാദ് എന്നിവർ സംസാരിച്ചു. അണ്ടർ 17, 15, 13, 11 വിഭാഗങ്ങളിലായി ആൺ പെൺ കുട്ടികൾക്കായാണ് മത്സരം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കവ്വായി ഖായിദെ മില്ലത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സൈബർ സ്ക്വയറുമായി സഹകരിച്ച് നടത്തുന്ന 5ാമത് ഗ്ലോബൽ ഇന്ത്യൻ ഡിജിറ്റൽ ഫെസ്റ്റ് 2026 ജനുവരി 3 കവ്വായിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ USA, KSA, UAE, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ കവ്വായി ഖായിദെ മില്ലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 50-ൽ പരം സ്കൂളുകളിൽ നിന്നും 300-ൽ പരം വിദ്യാർത്ഥികളാണ് ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ കവ്വായിലെത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കാലത്തെ ടെക്നോളജിക്ക് വേദിയൊരുക്കിക്കൊണ്ട് കവ്വായി KMMHSSൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. സാങ്കേതിക വിദ്യയുടെ പുതിയ കാലത്തെ പ്രതീക്ഷകളുടെ വാതായനങ്ങൾ തുറക്കുകയാണ് പയ്യന്നൂർ കവ്വായി ഖായിദെ മില്ലത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. 2026 ജനുവരി 3 ശനിയാഴ്ച രാവിലെ 9:30 PK കുഞ്ഞാലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി, IUML കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് 6 വേദികളിലായി ഡിജിറ്റൽ ഫെസ്റ്റ് മത്സരങ്ങൾ നടക്കും. ജാഫർ ടി, അമീർ അലി VU, ഫായിസ് കവ്വായി, മുബഷിർ തയ്യിൽ, റസീന മുസ്തഫ, സൽമാൻ AKP തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും സദസ്സും സംഘടിപ്പിച്ചു. കൊഴുമ്മൽ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും നടക്കാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ടൊന്നും വൈകി എന്ന പരിഭവം ഉണ്ടായില്ല. വളരെ കാര്യഗൗരവമായിട്ട് തന്നെ ഈ ഒരു ആദരവ് പരിപാടി ചടങ്ങ് ഇവിടെ ആരംഭിച്ച നമ്മുടെ അസോസിയേഷൻ്റെ വില്ലേജ് കമ്മിറ്റി അഭിവാദം ചെയ്യുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ കുറേയേറെ കാര്യങ്ങൾ വളരെ മുഖ്യമായിട്ട് പഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പെരളം വില്ലേജിൽപ്പെട്ട അംഗങ്ങളായ RK സുധാമണി, KP ഷീന, P സുലോചന, ജനേഷ് എന്നിവരെ ഷാളണിയിച്ച് അനുമോദിച്ചു. ചടങ്ങിൽ തങ്കമണി ടീച്ചർ അധ്യക്ഷയായി. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കൽ ചടങ്ങും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
പേരൂൽ ശ്രീ ശിവക്ഷേത്രം തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പേരൂൽ ശ്രീ ശിവക്ഷേത്രം തിരുവാതിര മഹോത്സവം 2 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത തർന്നല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി 4 ഭാഗത്തു നിന്നുമുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 3 ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമവും ഉഷപൂജ, വിശേഷാൽ പൂജകൾ എന്നിവയും നടക്കും. 12:30 മുതൽ 2:30 വരെ അന്നദാനവും ഉണ്ടാകും. രാത്രി 7:30 തെടുമ്പ് നൃത്തവും 8:30 തിരുവാതിരയും തുടർന്ന് DJ പ്രോഗ്രാമും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച SPC ക്രിസ്തുമസ് അവധിക്കാല ക്യാമ്പ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആദരണീയനായ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആരംഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ മുന്നോട്ട് വന്ന 2010 രൂപപ്പെടുത്തിയ ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന വിഭാഗം ഇന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിന് തെളിവാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ വിഭാഗത്തെക്കുറിച്ച് പഠിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടി മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാർഡ് മെമ്പർ KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് VV രാജേഷ്, മദർ PTA പ്രസിഡന്റ് സൗമ്യ MV, പ്രിൻസിപ്പൽ ഡോക്ടർ N രാജേഷ്, സീനിയർ അധ്യാപിക ബീന PP, മുരളി നടുവലത്ത്, ഹെഡ്മാസ്റ്റർ M സുനിൽകുമാർ, CPO PV ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സനീദ് മുഖ്യപ്രഭാഷണം നടത്തി. CPO നജീബ് PT ക്യാമ്പ് വിശദീകരണം നടത്തി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസുകൾ, അഭിനയക്കളരി, പാടാം നമുക്ക് പാടാം, പരേഡ്, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പിന് വലിയചാലിൽ സമാപനമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി NSS സപ്തദിന ക്യാമ്പിന് വലിയചാൽ ALP സ്കൂളിൽ സമാപനമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ക്യാമ്പുകളിലെല്ലാം പങ്കെടുത്ത ഒരാളാണെന്നുള്ളതുകൊണ്ട് ക്യാമ്പുകളെ കുറിച്ചെല്ലാം, അതുപോലെ ബാലസംഘം പോലുള്ള ക്യാമ്പുകളിലും ധാരാളം പങ്കെടുത്ത ഒരാളെന്നുള്ളതുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എനിക്ക് മനസ്സിലാവും. എന്നാലും കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് ഇപ്പോൾ പോകാനുള്ള പാക്ക് ചെയ്ത് വെച്ചതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഒരു പ്രസംഗം ഇവിടെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും ഈ ക്യാമ്പിൽ നിന്നും കിട്ടിയ വാർഡ് മെമ്പർ A ജയശ്രീ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ, T ദിവാകരൻ മാസ്റ്റർ, രമേശൻ ചെറൂട്ട, G സുനിൽകുമാർ, M ഗംഗാധരൻ, A ബീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവത്സര രാവിൽ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ നടന്ന അക്രമ സംഭവത്തിൽ 4 പേരെ ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കാര സ്വദേശികളാണ് അറസ്റ്റിലായവർ. സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും പ്രകടനവും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർക്ക് 25,000 രൂപ പിഴ ചുമത്തി. മാവിച്ചേരി റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് 20ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുകയും ഇവർ ഇവിടെ മലിനജലം ഒഴുക്കിവിട്ടതിനും പരിസര മലിനീകരണം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഭിന്നശേഷി കുരുന്നുകളുടെ ജീവിതവേദനകൾ തുറന്നു പറഞ്ഞ മീറ്റ് ദി പ്രസിഡന്റ് പരിപാടി ശ്രദ്ധേയമായി. മാടായി BRC മാടായി സ്കൂളിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് R ബബിത കുമാരി ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.